നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മർക്കസ് മേധാവി കാന്തപുരം ഉസ്താദ് അതിനുവേണ്ടി രംഗത്തെത്തിയതോടെ വീണ്ടും പ്രതീക്ഷ കൈവരിച്ചിരിക്കുന്നു. ഏറ്റവും ഞെട്ടിച്ചത് നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ യമനിൽ താമസിക്കുന്ന സാമുവൽ ജെറോമിന്റെ പ്രതികരണമായിരുന്നു. യമനുമായി ബന്ധമുള്ള മറ്റാരുമില്ലാത്തതിനാൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സ്വമേധയാ രംഗത്ത് വന്ന സാമൂഹിക പ്രവർത്തകനാണ് സാമുവൽ ജെറോം. സാമുവൽ ജെറോമിന്റെ വാക്കുകളിലൂടെയാണ് നിമിഷപ്രിയയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മുടെ നാട്ടുകാർ പങ്കുവച്ചത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്നും തലാൽ പ്രതിനിധീകരിക്കുന്ന ഗോത്രവർഗ തലവന്മാരോട് സംസാരിച്ച് ധാരണയിലെത്തുക മാത്രമാണ് വഴിയെന്നും ആ ഗോത്ര തലവന്മാരോട് സംസാരിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി $40,000 ആവശ്യമുണ്ട് എന്നുമാണ് നമ്മൾ കേട്ടത്. അതിന്റെ ഭാഗമായി ആദ്യം യമനിലെ എംബസി വഴി $20,000 പിന്നീട് സൗദിയിലെ എംബസി വഴി $20,000 കൈമാറ്റം ചെയ്തു. എന്നാൽ ആ പണം അവിടെ കിട്ടിയോ, ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നോ എന്നൊന്നും അറിയാതിരിക്കുമ്പോഴാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇവിടെയാണ് കാന്തപുരം ഉസ്താദ് രംഗപ്രവേശം ചെയ്യുന്നതും നേരിട്ട് തലാലിന്റെ സഹോദരനോടും യമനിലെ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ജഡ്ജിയോടും മറ്റു മത പണ്ഡിതന്മാരോടുമൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് അത്തരമൊരു ചർച്ച അവിടെ വരെ എത്തിയെന്ന്. അതേസമയം തലാലിന്റെ സഹോദരൻ സജീവമായി തന്നെ നിമിഷപ്രിയക്കെതിരെ രംഗത്തുണ്ടായിരുന്നു എന്ന വിവരം പോലും നമ്മളാരും ഇതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സഹോദരനിലേക്ക് എത്താനുള്ള വഴി നേരത്തെ തേടേണ്ടതായിരുന്നു. ഇവിടെയാണ് സാമുവൽ ജെറോമിന്റെ ഇടപെടലിനെ കുറിച്ച് സംശയമുണ്ടാവുന്നത്. ആ സംശയം സ്ഥിരീകരിക്കുന്ന ഒരു പോസ്റ്റുമായി ഇപ്പോൾ തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കുറിപ്പിലൂടെ സാമുവൽ ജെറോം നിമിഷപ്രിയയെ ചതിക്കുകയായിരുന്നോ എന്ന സംശയം രൂപപ്പെട്ടിരിക്കുന്നു. പണം കൈമാറിയത് സാമുവൽ ജെറോമിനല്ല, ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ച യമൻ അഭിഭാഷകനാണ്. അതുകൊണ്ട് ഈ പിരിച്ച $40,000 സാമുവൽ ജെറോം അടിച്ചുമാറ്റി എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല. എന്നാൽ സാമുവൽ ജെറോമിന് ഈ കുടുംബവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള നെഗോഷിയേഷനും നടന്നിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നത് അപകടകരമാണ്. ആദ്യമായി എന്തെങ്കിലും മധ്യസ്ഥ ചർച്ച നടത്തുന്നത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് മാത്രമാണ്.